ഗുഡ് മോർണിംഗ്. നല്ലൊരു പ്രഭാതം. 17/7/25. ഞാൻ വന്നതൊന്നുമല്ല, നിമിഷപ്രിയയുടെ കേസ് പറയാനാണ്. നിമിഷപ്രിയയ്ക്ക് വേണ്ടി ഇപ്പോൾ നമ്മുടെ രാജ്യം ഒന്നാകെ വധശിക്ഷയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി, മുക്തയാവാൻ വേണ്ടിയുള്ള പരിശ്രമത്തിലാണ്. ഇതിനിടയ്ക്ക് ഞാനൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. ഒരു യമൻ പൗരനെ അവൻ്റെ ശല്യപ്രകാരം വെറുതെ കൊല്ലുക മാത്രമല്ല, 110 കഷ്ണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആണിന് പോലും അത്ര പെട്ടെന്ന് ചെയ്യാൻ കഴിയുമോ എന്ന സംശയം ബാക്കി. ആണുങ്ങൾ ചെയ്യുവാണെങ്കിൽ തന്നെയും നല്ല ടക്സ് അടിച്ചിട്ടോ വെള്ളമൊക്കെ അടിച്ചിട്ടൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. പക്ഷെ ഇതെങ്ങനെ 2 സ്ത്രീകൾ മാത്രം ഇങ്ങനെ ഇത്രയും കടുകട്ടിയായ അതിക്രൂരമായ കൊലപാതകം ചെയ്യുവാൻ കഴിഞ്ഞു? അവർ കുറേയൊക്കെ അനുഭവിച്ചെന്ന് പറയുന്നു. ഓക്കെ, അവനെ മയക്കുമരുന്ന് കൊടുത്ത് ബോധം കെടുത്തിയിട്ടാണ് വധിച്ചത്. അതിനുശേഷമാണ് കഷ്ണമാക്കിയെന്ന് പറയുന്നു. വെറുതെ ഒരു കൊല മാത്രം ചെയ്താൽ പോരായിരുന്നോ? എന്നിട്ട് പോലീസിനെ സമീപിച്ചാൽ പോരായിരുന്നോ എന്നൊരു ചോദ്യം ബാക്കിയാവുന്നു. നമ്മുടെ രാജ്യത്ത്, നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരു വനിത യമൻ എന്ന ഒരു ഒരു അപായമായ ഒരു രാജ്യത്ത് പോയി, ഒരു ഡേഞ്ചറസ് രാജ്യത്ത് പോയി ഇങ്ങനെ കാണിച്ചിട്ട് ഇത്രയും നാൾ എങ്ങനെ ജീവിച്ചിരുന്നു എന്നത് തന്നെയാണ് ഒരു വലിയ അത്ഭുതമായിട്ട് തോന്നുന്നു. ഒരുപക്ഷെ അവർക്ക് ഇന്ത്യയെ പേടിയായിരിക്കാം. ഇന്ത്യയുമായിട്ടുള്ള നയതന്ത്ര ബന്ധങ്ങളൊന്നും, കോൺസുലേറ്റൊന്നും അവിടെ സ്ഥാപിച്ചിട്ടില്ല. എന്നിരുന്നാൽ കൂടി, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൂടി അവരിത്രയും ക്ഷമിച്ചു എന്ന ഒരു മഹാ അത്ഭുതം നമ്മുടെ മുമ്പിൽ സാക്ഷിയായി നിൽക്കുന്നു. ഭർത്താവുമൊത്ത് യമനിൽ പോകുന്നു, അവിടെ ബിസിനസ് പങ്കാളിത്തത്തിൽ ഏർപ്പെടുന്നു, യമൻ പൗരനുമായിട്ട് പങ്കാളിത്തത്തിൽ ഏർപ്പെടുന്നു. അവർ മൂവരും ഒരുമിച്ച് ഇന്ത്യയിലേക്ക് വരുന്നു, കേരളത്തിലേക്ക് വരുന്നു. പിന്നെ തിരിച്ചു പോകുന്നത് നിമിഷപ്രിയയും ആ യമനിലെ സുഹൃത്തുമാണ്. ഭർത്താവ് ഇവിടെ നിൽക്കുകയാണ്. അങ്ങനെ അവർ എത്രയോ വർഷങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നു, ഒരുമിച്ച് ഡൊണേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിന് വേണ്ടപ്പെട്ട, അല്ലെങ്കിൽ അവരുടെ ബിസിനസ്സിന് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്നു. ഭർത്താവ് നാട്ടിൽ നിൽക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് സ്വത്ത് തട്ടിയെടുത്തു എന്നാണ് പറയുന്നത്. എന്നിരുന്നാലും ഒരു കൊലപാതകം, സാധാ കൊലപാതകമാണെങ്കിൽ നമുക്ക് ന്യായീകരിക്കാം. 110 കഷ്ണങ്ങൾ എന്ന് പറയുമ്പോൾ അത് എന്താണ് നമ്മുടെ ഭരണകൂടവും ഭരണവ്യവസ്ഥയും നോക്കിക്കാണുന്നതെന്ന് മനസ്സിലാവുന്നില്ല. കൂടുതലൊന്നും പറഞ്ഞ് വിവാദം സ്വീകരിക്കാൻ തയ്യാറാവുന്നില്ല. രാജേഷ് അഞ്ചൽ, എൻ്റെ പേര് രാജേഷ് അഞ്ചൽ എന്നാണ്. അഞ്ചൽ വന്ന് തിരക്കിയാൽ മതി. ഓക്കെ.